ചേട്ടൻ ഫോട്ടോസിൽ ഉണ്ടാക്കിക്കൊണ്ട് എനിക്കെന്താ കാര്യം? ചേട്ടൻ നിങ്ങൾ കൊടുത്തില്ലേ ഇത്രയും കാശ്? 5000 രൂപ എനിക്കതാ. ഈ ജംഗ്ഷൻ അത് വെച്ച് 10000 രൂപ ഉണ്ടാക്കാൻ എനിക്കറിയാം. തഹിയിടുമ്പോ ഒരു ദിവസം ഞാൻ തീവ്രവാദി ഞാൻ പറഞ്ഞേക്കാം. എന്തിനാ ചേട്ടാ ഇവിടെ തന്നെ ഒന്ന് പെട്ടത്? ചേട്ടന് വേറെ ആരെയും കിട്ടിയില്ല ബിസിനസ് കൂട്ടിന്? എന്നെ പാർട്ട്ണറാക്കാന്ന് പറഞ്ഞാ ചേർത്തിരിക്കുന്നത്. പറഞ്ഞല്ലേ 5 വർഷം മുമ്പ് എന്നോടെന്തെല്ലാം പറഞ്ഞു. 1 വർഷത്തിനുള്ളിൽ ക്യാമറയുടെ കംപ്ലീറ്റ് ഗുട്ടൻസും പഠിപ്പിച്ചരാന്ന് പറഞ്ഞാൽ എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇന്ന് വരെ എന്നെ അതിൽ കൂടെ നോക്കാൻ സമ്മതിച്ചിട്ടില്ല. സ്റ്റുഡിയോ തൂക്കണം, തുടയ്ക്കണം, പിന്നെ അയാളുടെ ബനിയനും അണ്ടർവെയറും കഴുകിടണം. ചേട്ടാ എന്നെങ്കിലും ഒരു തോക്കത്തിന്റെ കിട്ടിയ അന്നാണ് ഞാൻ തട്ടും. ചേട്ടൻ എത്ര രൂപ കൊടുത്തു? 15000 രൂപ. രേഖ വല്ലതും ഉണ്ടോ കയ്യില്? രേഖയൊന്നുമില്ല, വിശ്വാസ. എന്നാ ഗോപിയ സാമദ്രോഹിയാ ചേട്ടാ അയാള്. ഇനി ചേട്ടൻ ബുദ്ധിപൂർവ്വം ചെയ്യേണ്ടത് തഞ്ചത്തിൽ നിൽക്കുക, കാശ് തിരിച്ചു വാങ്ങിക്കാൻ സ്ഥലം വിടുക. ഇയാളുടെ കൂടെ 1 മാസത്തിനപ്പുറം നിൽക്കാൻ ആർക്കും പറ്റത്തില്ല. ഗണേശ, നീ എന്താ ഉദ്ദേശിക്കുന്നത് തെളിച്ചു പറ. ചേട്ടാ അയാൾക്ക് ഹൃദയമില്ല, അതുകൊണ്ട് മറ്റുള്ളവരുടെ വിഷമായ കറിഞ്ഞൂടാ. 2 ആൾക്കാരെ കണ്ട അയാൾ പൊങ്കന. അവിടെ കൊണ്ട് വെച്ച് അപ്പ നമ്മളെ കൊച്ചാക്കി. ഓ മഹാഭാവി വന്നു. ഗണേശ, എന്താടാ കാറ് ഹോണടിച്ചാ വന്നൂടെ നിനക്ക്? ഡോറൊന്ന് തുറന്ന് തന്നൂടെ നിനക്ക്? നിങ്ങൾ വന്നാലും ഞാൻ അറിയാനാ. നിങ്ങളോ? എന്താടാ മുതലാളിന്ന് വിളിച്ചാല്? എടാ പണം മുടക്കുന്നവൻ മുതലാളിയും പണിയെടുക്കുന്നവൻ തൊഴിലാളിയുമാണ്. ആ സ്ഥാനവും ബഹുമാനവും ഒക്കെ കൊടുത്തേ പറ്റൂ. അല്ലാതെ അധികം സോഷ്യലിസം ഒന്നും വേണ്ട. കാര്യം കാണാൻ ആദ്യം വരുമ്പോ എന്താ ഒരു ബഹുമാനം. 2 ദിവസം കഞ്ഞോളവും കുടിച്ച് ചോറ് എല്ലിന്റെ ഇടയിൽ കുത്തി തുടങ്ങുമ്പോ അവന്റെ ഒരു സോഷ്യലിസം. എടാ എന്റെ അടുക്ക് വിളക്ക് കാണിച്ചാലുണ്ടല്ലോ അടിച്ച് പല്ലിയാൻ കുഴിക്കും. അവനെ തല്ലേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു, പറഞ്ഞാ മനസ്സിലാവുമല്ലോ. ഉപദേശിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. എഴുന്നേൽക്ക്, എഴുന്നേൽക്കാൻ. ഈ കസേരയിൽ ഇരിക്കാൻ പാടില്ല. ഈ കസേരയിൽ ഒരാൾ മാത്രമേ ഇരിക്കൂ, സദാനന്ദം മുതലാളി. പിന്നെ 15000 രൂപ മുടക്കി എന്നൊരു വിചാരമുണ്ട്. അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. ആരും അങ്ങോട്ട് വന്ന് വിളിച്ചില്ലല്ലോ. 71 തുടങ്ങിയതാ ഞാൻ ഈ സ്റ്റുഡിയോ. എങ്ങനെ കൊണ്ടുപോകണം എന്നെനിക്കറിയാം. കുഞ്ഞിന്റെ അച്ഛൻ ഏതായാലും വന്ന് വിളിച്ചു, അങ്ങോട്ട് ചെല്ലേ. അച്ഛൻ ഇങ്ങനെ കടുംപിടുത്തം പിടിച്ചാൽ എങ്ങനെയാ? അച്ഛനൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ലല്ലോ. അച്ഛനൊന്നും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുമില്ല. നീ സ്വയം കണ്ടെത്തിയ ഭർത്താവല്ലേ. എടി, ഇവള് കല്യാണത്തിന് മുമ്പ് എന്തുവാ പറഞ്ഞത്? ഞങ്ങള് മനസ്സുകൾ തമ്മിൽ അങ്ങ് ഇണങ്ങിപ്പോയത്. ഇപ്പ എനക്ക് എന്തിയേ എന്ന് പറഞ്ഞാ വീട്ടുവാടേക്കുള്ള 1000 രൂപയും കൊണ്ട് എനിക്ക് അങ്ങോട്ട് ചെല്ലാനോ? നീ എന്നോട് അധികം സംസാരിക്കണ്ട. എന്റെ കയ്യിൽ നിന്ന് 1 നയാ പൈസ പോലും നിനക്ക് കിട്ടുമെന്ന് വിചാരിക്കണ്ട. അങ്ങേരോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നീ പോയി കൃഷ്ണൻകുട്ടിയെ ഒന്ന് കാണ്. അവനിപ്പോ സ്റ്റുഡിയോയും ഒക്കെ ഉള്ളത് കൊണ്ട് എങ്ങനെങ്കിലും മറിക്കാൻ പറ്റും. അവന്റെ പെടലിൽ നഷ്ടമത്തിലെ ശരി ഇപ്പൊ ഇറങ്ങി കാണും. അങ്ങോട്ട് അല്ലേ 71 തുടങ്ങിയതാ ഞാൻ ഈ ഫ്ലാഷ് സ്റ്റുഡിയോ. അതിന് അന്തസ് ഇപ്പോഴും ഉണ്ട്. നിങ്ങളെപ്പോലുള്ളവരൊന്ന് ചോദിച്ചാൽ എനിക്ക് പരസ്യം തരാതിരിക്കാൻ പറ്റില്ല. പക്ഷെ പരസ്യം കൊടുക്കുമ്പോ ഫ്ലാഷ് സ്റ്റുഡിയോ എന്നടിക്കുന്ന അതേ വലിപ്പത്തിൽ പ്രൊപ്പറേറ്റർ സദാനന്ദൻ BA എന്നുകൂടി അടിച്ചിരിക്കണം. അതെനിക്ക് നിർബന്ധമാ. ഇപ്പോഴത്തെ കാലത്ത് ആരും പേരിന്റെ കൂടെ ഡിഗ്രി ഒന്നും വെക്കാറില്ല. ഇത് ഡിഗ്രി അല്ല, ഇനീഷ്യലാ. വേണമെങ്കിൽ ഡിഗ്രിയാണ് തോന്നിക്കോട്ടെ, പ്രശ്നമല്ല. അല്ല, നിങ്ങളാരും ചായ ഒന്നും കഴിച്ചില്ലല്ലോ. ഗണേശ, ഗണേശ. ഗണേശൻ ബാങ്കിൽ പോയിട്ട് വന്നിട്ടില്ല. അപ്പൊ കൃഷ്ണൻകുട്ടി ഒരു 4 ചായ വാങ്ങിച്ചോണ്ടോ. പെട്ടെന്ന് വേണം, ഇവർക്ക് പോകാൻ തിരക്കുണ്ട്. നിങ്ങൾക്കാർക്കും മധുരം കഴിക്കാൻ കുഴപ്പമില്ലല്ലോ. ആ ഒരു 3 അല്ല 4 ചായ ഫ്ലാഷ് സ്റ്റുഡിയോയിലേക്ക്. 4 ചായ കൊണ്ടുവരാൻ ഇവിടെ ആളെ നിർത്തിയിട്ടില്ല. കൊണ്ടുവന്നാൽ തന്നെ കാശ് കിട്ടുന്ന ഒരാഴ്ച കഴിഞ്ഞിട്ടാ. വേണേ ചായ ഇട്ട് തരാം, കൊണ്ടുപോയിക്കോ. ഗ്ലാസ് ഞാൻ പിന്നെ എടുപ്പിച്ചോളാം. ഇടാൻ പറയണം. 4 ചായ. അതെ, എന്താ? അല്ല, നീ ചായ മറ്റും വാങ്ങാൻ പോകുന്നത്? അത് ഞങ്ങൾ 2 പേരാ ഇതിന്റെ ഉടമസ്ഥര്.
ചിലപ്പോ പുള്ളി പോവും, ചിലപ്പോ ഞാൻ പോവും. ഞങ്ങൾക്ക് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ നിനക്ക് ആളിനെ നിർത്തി ആരുടെ കാശായി പോകുന്നേ? ആ, ഞാൻ നിന്നെ കണ്ടൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വന്നതാ. മോളാണെങ്കിൽ മാമാ മാമാന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി പിന്നെ നിർത്തത്തേ ഇല്ല. മോളെ, ദേ കൃഷ്ണൻകുട്ടി മാമൻ. ആ ഞാനിപ്പോ വരാം. ആ, ഈ കുളത്തെ കൊടുത്ത പോരെ? ഉം. വലിപ്പം മതി. ധാരാളം മതി, അവിടെ കൊടുത്താൽ മതി. ആ, കൊടുക്ക. അവിടെ കൊടുക്ക. ഇങ്ങോട്ടാ, ഇങ്ങോട്ടാ, ഇങ്ങോട്ടാ. BSc കാരനായതുകൊണ്ടാ ചായ കൊണ്ടുവരാൻ ലേശം ബുദ്ധിമുട്ട്. എനിക്കത് കാണുന്നത്, ആ ബുദ്ധിമുട്ട് കാണുന്നത് ഒരു രസമാ. മുതലാളി, ഇന്നലെ എടുത്ത റോൾ ഇന്ന് ഡെവലപ്പ് ചെയ്യണോ? ഏത് റോള്? ആ ഏത് റോള്? ഇന്നലത്തെ റോള്. ആ നീ അത് ഡെവലപ്പ് ചെയ്യും. മുതലാളി പറഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് മുതലാളിയുടെ ആരാ? എന്റെ സിസ്റ്ററാ. നമസ്കാരം ചേച്ചി, ഞാൻ ഇവിടെ ഇരിക്കുന്ന പയ്യനാ. കൃഷ്ണൻകുട്ടി വാ. ഇതിലെന്നപ്പെടും. ഓ 1000 രൂപ. ആദ്യത്തെ പലിശ 100 രൂപ എടുത്തിട്ടുണ്ട്. ഫ്ലാഷ് സ്റ്റുഡിയോയുടെ ഗ്യാരണ്ടി ഇല്ല. വരട്ടെ. നിന്നെ വിഷമിപ്പിക്കുന്നത് ബുദ്ധിമുട്ടുണ്ട്. കുഞ്ഞിന്റെ അച്ഛനും അറിയാം നീ ഇപ്പൊ സ്റ്റുഡിയോ ഒക്കെ തുടങ്ങിയിരിക്കുകയാണെന്ന്. 1000 രൂപയെങ്കിലും ഇല്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കുവോ? അച്ഛനാണെങ്കിൽ എല്ലാം കെട്ടിപ്പിടിച്ച് വെച്ചോണ്ടിരിക്കുക. ആ എന്നാ ചേച്ചിയല്ല, എങ്ങനെങ്കിലും അളിയനുമായിട്ടൊന്ന് ഒത്തു പോകാൻ നോക്ക്. നീ എന്നാ വീട്ടിലേക്ക് വരുന്നേ? ആ ഞാൻ വരും. ആ അതെ ബസ് വന്നു. ചേട്ടാ, ചേട്ടൻ വേണമെങ്കിൽ എഴുതി വെച്ചോ. അയാൾ ഇന്ന് മനഃപൂർവ്വം ചേട്ടനെ കൊണ്ട് ചായ വാങ്ങിപ്പിച്ച. 7ാം ക്ലാസ്സിൽ ഡ്രില്ലും പാസ്സായവൻ BSc കാരനെ കൊണ്ട് ചായ വാങ്ങിപ്പിക്കുന്ന ഒരു സുഖമല്ലേ? എത്ര നാളായി ഞാൻ പറയുന്നു എനിക്കൊന്ന് വീട്ടിൽ പോകണമെന്ന്. എങ്ങാണ്ട് ആരുടെ കല്യാണം ഉണ്ടെന്നോ കൊലവിളി ഉണ്ടെന്നോ പറഞ്ഞ് അതും കഴിഞ്ഞ് പോയാന്ന് പറഞ്ഞ് പിടിച്ച് നിർത്തിയിരിക്കുക. ഗണേശന് ശമ്പളം ഒന്നുമില്ലേ? കൊലക്ക 200 രൂപ കണക്കിലെഴുതി വെക്കുന്നുണ്ട്. ഞാൻ കുടിക്കുന്ന ചായയുടെയും കാപ്പിയുടെയും കണക്ക് കുറയ്ക്കുമ്പോ പിന്നെ എല്ലാം കണക്കാ. ആ ചേച്ചി ഇന്ന് വന്നപ്പോ ഗണേശൻ അങ്ങനെ പെരുമാറിയത് നന്നായി. എന്റെ മാനൻ രക്ഷപ്പെട്ടു. എനിക്കറിയാം ചേട്ടന്റെ വിഷമം, പക്ഷെ അയാൾക്കതറിയില്ല. എങ്ങാനും ഒരു തോക്കത്തന്റെ കിട്ടിയാൽ അന്നിങ്ങേരെ അന്ത്യമാണ്. ഫ്ലാഷ് സ്റ്റുഡിയോ. ആ, ഗുഡ് മോർണിംഗ് മിസ്റ്റർ കൃഷ്ണൻകുട്ടി. ഗുഡ് മോർണിംഗ്. എന്താ എല്ലാരും കൂടെ? എന്നെ ഓർമ്മയുണ്ടോ? പിന്നെ എങ്ങനെ മറക്കാനാ? എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരിക്കാൻ ഇവിടെ ഞങ്ങൾ ഇരിക്കാൻ വന്നതല്ല, ഫോട്ടോ എടുക്കാൻ വന്നതാ. പിന്നെന്താ, അകത്തോട്ടിരിക്കാം. ആ ഗണേശ, ഒരു 3-4 ചായ പെട്ടെന്ന് വെച്ചോടാ. ചേട്ടാ, അതേ സാധാരണ തന്നെ സോഹന്റെ അടുത്ത് കാണിക്കുന്നത്. അതല്ല, നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടർ ഇല്ലേ, സർക്കിൾ ഇൻസ്പെക്ടർ, കക്ഷിയുടെ മോള് 3-4 പെൺപിള്ളേരും ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ട്. അവർക്കാ. പ്ലീസ്. ഒരുമാതിരി. ഇതാണോടി നിന്റെ കൃഷ്ണൻകുട്ടി? ചന്ദനക്കുറിയൊക്കെ ഇട്ട ഒരു കിഴങ്ങേശ്വരൻ. അയ്യോ പാവം. ഈ ക്യാമറ വളരെ വില കൂടിയതാ. ജർമ്മൻ മേക്കാ. ആഹാ. ഇരുന്നാണോ നിന്നാണോ എങ്ങനെ? അല്ല, നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ലൈറ്റ് ഒക്കെ വെക്കാൻ വളരെ സൗകര്യമായിരിക്കും. നിക്കാം നിക്കാം. നടന്ന് വേർത്ത് വന്നല്ലേ, വേണമെങ്കിൽ ടച്ചപ്പ് ചെയ്യാം. ഇവിടെ ഒരു പൊട്ട. എനിക്ക് വേണ്ട. ഇവിടെ പൊട്ടായിക്കൂടെ? ആവാ. ഇവിടെ നല്ല 1ാം തരം ഡ്രസ്സിംഗ് റൂമൊക്കെ ഉണ്ട്. വാ വാ. പിന്നെ ഞങ്ങളെ നേരിൽ കാണുന്നതിനേക്കാൾ ഗെറ്റപ്പൊക്കെ വേണം ഫോട്ടോയിൽ. അതുകൊണ്ടാ ഫ്ലാഷിൽ തന്നെ വന്നത്. ഇതെന്താ ഗംഭീരമാക്കാം. ആർക്കാടാ ഇത്രയും ചായ? ഫോട്ടോ എടുക്കാൻ കുറച്ച് പെമ്പിള്ളാർ വന്നിട്ടുണ്ട്. അപ്പൊ കൃഷ്ണൻകുട്ടി ചേട്ടൻ പറഞ്ഞു ഫോട്ടോ സ്റ്റുഡിയോയിൽ ആൾക്കാർ വരുന്നത് ചായ കുടിക്കാനാണോടാ? അല്പം കൂടെ നടത്ത്. ആ റെഡി. സ്മൈൽ പ്ലീസ്. ആ നിർത്ത്. ഗുഡ് മോർണിംഗ്. എന്തിനാ ഈ ലൈറ്റ് ഇട്ടിരിക്കുന്നേ? അത് 3 പേര് നിൽക്കുന്നോണ്ട്. 3 പേർക്ക് എന്തിനാ ഈ ലൈറ്റ്?
അത് ഇവിടുന്ന് സോഴ്സ് വെച്ചിരിക്കുക. എന്ത് സോഴ്സ്? ഒരു സോഴ്സിന്റെ ആവശ്യമില്ല. ഇവരെന്തിനാ ഇങ്ങനെ നിർത്തിരിക്കുന്നേ? അവര് നിക്കണമെന്നാ പറഞ്ഞത്. അല്ല, ഫ്രെയിം എങ്ങനെ ശരിയാവും? കോമ്പോസിഷൻ എങ്ങനെ ശരിയാവും? അറിയാം. അല്ലെങ്കിൽ കൃഷ്ണൻകുട്ടി എന്തിനാ വെറുതെ ഈ പണിക്ക് പോകുന്നത്? അപ്പൊ കൃഷ്ണൻകുട്ടി കൃഷ്ണൻകുട്ടി പോന്നേ. വെറുതെ 71 തുടങ്ങിയതാ ഞാൻ ഈ സ്റ്റുഡിയോ. ആ കുട്ടി സ്വല്പം അങ്ങോട്ട് മാറിക്ക. ആ കുട്ടി പുറത്തോട്ട്. വെരി ഗുഡ്. സ്മൈൽ. ആ കൃഷ്ണൻകുട്ടി ഈ സ്റ്റുഡിയോയുടെ പാർട്ട്ണർ ആണെന്നല്ലേ പറഞ്ഞത്? അതെ, ഞാനും പാർട്ണറാണ്. എന്നിട്ടാണോ അങ്ങേരുടെ മോശമായ പെരുമാറ്റം? ഛേ, വളരെ മോശം. വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ ചായ വാങ്ങിച്ചു കൊടുക്കാൻ ഇതെന്താ ഹോട്ടലാണോ അതോ തന്തയുടെ വകയോ? തന്തയ്ക്ക് മാത്രം പറയരുത്. നിന്റെ തന്തയ്ക്കാണ് പറഞ്ഞതെന്ന് നിനക്ക് എങ്ങനെ അറിയാം? 71 തുടങ്ങിയതാ ഞാൻ ഈ സ്റ്റുഡിയോ. എങ്ങനെ കൊണ്ടുപോകണം എന്ന് എനിക്കറിയാം. അടങ്ങി ഒതുങ്ങി നിന്നാൽ എല്ലാവർക്കും നല്ലത്. ഏതായാലും തല കക്ഷത്തായി. ഊരി കിട്ടുന്നവരെ കുറെ ക്ഷമിച്ചേ പറ്റൂ. അവരുടെ മുമ്പ് വെച്ച് അങ്ങനെ പെരുമാറിയതിൽ എനിക്ക് വിഷമമുള്ളൂ. ഭയങ്കര പോറായി. അവരോട് മുമ്പ് വെച്ച് പറഞ്ഞത് അയാളുടെ സ്വഭാവം. അടുത്ത നിമിഷാലി പറഞ്ഞൊക്കെ മറക്കും ചെയ്യും. കണ്ടില്ല വൈകിട്ട് പോകുന്ന തോള കേട്ടോണ്ട് പറഞ്ഞത് രണ്ടുപേരും കല്യാണത്തിന് വരണം, ഒരുമിച്ച് പോകണമെന്നൊക്കെ. ആ നീ വേണപ്പിക്കോ, ഞാനങ്ങ് വരുന്നില്ല. അയാള് നമ്മളെ രണ്ടുപേരെയും കെട്ടിയെടുത്തോണ്ട് പോകും. നോക്കിക്കോ, അയാൾക്ക് പവർ കാണിക്കണ്ടേ? എന്തോന്ന് വേ കണ്ണല്ലേ മോത്തിരിക്കുന്നു. പ്രായമായ ഒരു മനുഷ്യനല്ലേ? ഇയാളെ പോലെ പ്രായം ഒരുത്തന് നേരം വെളുത്ത നാഴിക നാപ്പോട്ട് എന്നെ അടിച്ച് ചാടിക്കുന്നത്. എനിക്ക് ആരെങ്കിലും ചാടിക്കണ്ടേ? ആ ചാവടി. കൃഷ്ണൻകുട്ടിയില്ലേ? ഇല്ല, വീട്ടിൽ പോയിരിക്കുക. വൈകിട്ടേ വരൂ. അന്നത്തെ ഫോട്ടോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഹലുവ പോലില്ലേ? ഞങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടായി. അതുകൊണ്ട് കുറച്ചുകൂടെ ഓർഡർ തരാൻ വന്നതാ. പിന്നെന്താ, നമുക്ക് എന്ത് വേണേലും ചെയ്യാമല്ലോ. ആ വിമൻസ് കോളേജിലെ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞ വിവരം അറിയാമല്ലോ. ഓ. ഞാനാ ഈ വർഷത്തെ ചെയർമാൻ, ഇവർ സെക്രട്ടറി. നമുക്ക് ഏതായാലും ഒരു 10-60 ഫോട്ടോ കൂടി എടുക്കേണ്ടി വരും. 60 600 ഫോട്ടോ വേണ്ടി എടുക്കാമല്ലോ. അതിന് അഡ്വാൻസ് തരാൻ വന്നതാ. നല്ല കാര്യം. ചില സമയത്ത് സ്വപ്നം ഒത്തുവരുമെന്ന് പറഞ്ഞാൽ ശരിയാ. ഞാൻ ഇന്നലെ രാത്രി ഒരു ഉഗ്ര സ്വപ്നം കണ്ടു. കുറെ അധികം രൂപ അഡ്വാൻസ് കിട്ടുമെന്ന്. അഡ്വാൻസ്. പക്ഷെ ഒരു നിർബന്ധമുണ്ട്. എന്താ അത്? കോളേജിൽ വരുന്നതും ഫോട്ടോ എടുക്കുന്നതും കൃഷ്ണൻകുട്ടി ആയിരിക്കണം. അതെന്താ അങ്ങനെ? അത് യൂണിയന്റെ തീരുമാനമാണ്. ഞാനെടുത്താൽ അലുവ മാതിരി ഇരിക്കും. ഞങ്ങൾക്ക് അലുവ വേണ്ട, ഫോട്ടോ മതി. എന്നാ അഡ്വാൻസ് ഉണ്ടാ? ഇത്ര ഓർഡറുകൾക്ക് ഞാൻ 500 രൂപ കുറച്ച് അഡ്വാൻസ് വാങ്ങിക്കാറില്ല. അത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. 71 തുടങ്ങിയാ ഞാൻ ഈ സ്റ്റുഡിയോ. അന്ന് മുതൽ റെസീറ്റ് പിന്നെ തരാം. അവിടെ നിന്നോളൂ, കുഴപ്പമൊന്നുമില്ല.